ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ, അതായത് വെള്ളിയാഴ്ചയും പൂയം നക്ഷത്രവും എന്നുള്ള വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ തുടർച്ചയായ 6 ദിവസം മുരുക ഭഗവാന് നമ്മൾ കൊളുത്തേണ്ടുന്ന ഒരു ദീപത്തെ പറ്റിയുള്ള വീഡിയോ ഇടും. അത് വളരെ വളരെ പവർഫുള്ളാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ്. അതിനോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയും പൂയം നക്ഷത്രവുമാണ്. വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണണം. ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളിലോട്ട് എത്തിച്ചേർക്കാൻ നമ്മളെ സഹായിക്കുന്ന നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത്. അപ്പം വീഡിയോ പോയി കണ്ട് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇനി എന്താണ് തുടർച്ചയായ 6 ദിവസം? 6 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് 27-ാം തീയതി മുതൽ തുടർച്ചയായ 6ാമത്തെ ദിവസം വരുന്നത് ഏപ്രിൽ 1. എന്താണ് ഏപ്രിൽ 1-ൻ്റെ പ്രത്യേകത? അന്ന് പൈങ്കുനി ഉത്രമാണ്. പൈങ്കുനി ഉത്രം എന്ന് പറയുന്നത് മുരുക ഭഗവാന് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ഭഗവാന്റെ വിവാഹം നടന്ന ദിവസമാണ്. അതുമാത്രവുമല്ല, ഒരുപാട് ദൈവങ്ങളുടെ വിവാഹം നടന്ന ദിവസമാണ് പൈങ്കുനി ഉത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ കാലത്തിലെ, അതായത് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാവിധ ദോഷങ്ങളെയും ഇല്ലാതാക്കി നമ്മൾ എന്ത് കാര്യമാണോ ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം നമുക്ക് ഭഗവാൻ സാധിച്ചു തരുന്ന ദിവസം. അപ്പം 6 എന്ന് പറയുന്നത് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായ 6 ദിവസം ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. പീരിയഡ്സ്, വാലായ്മ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇന്ന് മുതൽ ചെയ്യാൻ സാധിക്കാത്തവർ നിങ്ങളിത് പൈങ്കുനി ഉത്രമായ ഏപ്രിൽ 1-ാം തീയതി ചെയ്താൽ മതിയാകും. എന്താണ് പൈങ്കുനി ഉത്രം? അതായത് പൈങ്കുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലാണ്. നമ്മുടെ മലയാളത്തിൽ മീനമാസം, അതായത് നമ്മുടെ മാസങ്ങളിൽ 12ാമത്തെ മാസമാണ് മീനം എന്ന് പറയുന്നത്. ഉത്രം നക്ഷത്രം 12ാമത്തെ നക്ഷത്രമാണ്. എല്ലാ മാസവും പൗർണമി തിഥിയോടുകൂടി ഓരോ നക്ഷത്രം വരാറുണ്ട്. അതിൽ തന്നെ ഈ ഒരു മീനമാസത്തിൽ പൗർണമിയും ഉത്രം നക്ഷത്രവും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പൂജകളും നടത്തുമ്പോൾ അത് നമുക്ക് വളരെയധികം പുണ്യവും ഐശ്വര്യവും ആഗ്രഹസാധ്യവും കൊണ്ടുവന്ന് തരുന്നതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് മുതൽ തുടർച്ചയായ 6 ദിവസം നമ്മൾ ഭഗവാന് മുൻപിൽ ദീപം കൊളുത്തുക എന്നുള്ളതാണ്. അതായത് ഇന്ന് 1ാമത്തെ ദിവസം 1 ദീപം, നാളെ 2ാമത്തെ ദിവസം 2 ദീപം, അങ്ങനെ 6ാമത്തെ ദിവസം പൈങ്കുനി ഉത്രമായ ഏപ്രിൽ 1-ാം തീയതി ഭഗവാന് മുൻപിൽ നമ്മൾ 6 നെയ് ദീപങ്ങൾ കൊളുത്തുക എന്നുള്ളത്. ഇത് 2 രീതിയിൽ നമുക്ക് കൊളുത്താം. ഒന്നെങ്കിൽ ഷഡ്കോണം വരച്ചിട്ട് ഓരോ കോണുകളായിട്ട് ഓരോ ദിവസം എണ്ണം കൂട്ടി 6 ദീപങ്ങൾ അവസാനത്തെ ദിവസം കൊളുത്തുക. ഷഡ്കോണം വരയ്ക്കാൻ അറിയില്ല, അത് വരയ്ക്കാൻ സ്ഥലമില്ല, താല്പര്യമില്ല, സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ പീഠത്തിലോ എല്ലാ ദിവസവും ഓരോ ദീപം വെച്ച് കൊളുത്തി അവസാനത്തെ ദിവസം 6 ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് പൂയം നക്ഷത്രമുണ്ട്. ഇന്ന് സന്ധ്യയ്ക്ക് നമുക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ്. പൂയം നക്ഷത്ര ദിവസം യന്ത്രം വരച്ച് നമ്മൾ സമർപ്പിക്കുന്ന എന്തൊരു പ്രാർത്ഥനയും ഫലിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ അത് ചെയ്തു തുടങ്ങാം. അതായത് ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, വേല എന്താണെങ്കിലും അത് തുടച്ച് ഭഗവാന് കിട്ടുന്ന പൂക്കളൊക്കെ സമർപ്പിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഷഡ്കോണം വരയ്ക്കാൻ അറിയുന്നവർ ഷഡ്കോണം വരയ്ക്കുക. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക. ഷഡ്കോണം വരയ്ക്കുമ്പം ഓം എന്നുള്ളത് നടുക്കെഴുതണം, ശരവണഭവ എന്നുള്ളത് ചുറ്റും എഴുതിയിട്ട് ആ ഷായുടെ മുകളിൽ വേണം നമ്മൾ ആദ്യത്തെ ദിവസം ഒരു ദീപം കൊളുത്തി വെക്കാൻ. പിറ്റേ ദിവസം ഷായുടെയും രായുടെയും പുറത്ത് വേണം 2 ദീപങ്ങൾ കൊളുത്താൻ. 3ാമത്തെ ദിവസം ഷ ര വ വരെ, അതിനുശേഷം ന, പിന്നെ ഭ, പിന്നെ വ, അങ്ങനെ അവസാനത്തെ ദിവസം നമ്മൾ ആ ശരവണഭവ എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ എണ്ണവും കൂട്ടി കൊണ്ടുവരണം. അതായത് ഇന്ന് ഒരു ദീപമാണെങ്കിൽ ഒരു പൂ സമർപ്പിച്ച് നമുക്ക് 1 പ്രാവശ്യം മന്ത്രം ചൊല്ലാം. നാളെ 2 ദീപം സമർപ്പിച്ച് 2 പ്രാവശ്യം മന്ത്രം ചൊല്ലാം. അതും ആദ്യത്തെ ദിവസം 1 പൂവ് സമർപ്പിക്കുക, 2ാമത്തെ ദിവസം 2 പൂവ് സമർപ്പിക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്.
അങ്ങനെ അല്ലെങ്കിൽ ദീപം കൊളുത്തി വെച്ച് മന്ത്രവും ഓരോ ദിവസവും 1, 2 എന്നുള്ള രീതിയിൽ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമുക്ക് ഷഷ്ഠി കവചം, വേൽമാറൽ, സ്കന്ദഗുരു കവചം അങ്ങനെയുള്ള എന്ത് മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാവുന്നതുമാണ്. അപ്പോൾ എന്താണ് ഈ 6 ദിവസങ്ങളിലായി നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു തരാം, ഇവിടെ എഴുതി കാണിച്ചിട്ടുമുണ്ട്. കൊള്ളിത്തലയിൽ എറുമ്പത് പോല കുലയും എൻട്രൻ ഉള്ളത്തുയിരെ ഒളിത്തരുളായി 1 കോടി മുത്തം തെള്ളിക്കൊഴിക്കും കടൽ സെന്തിൽ മേവിയ സേവകനെ വള്ളിക്ക് വായ്ത്തവനെ മയിലേറിയ മാണിക്യമേ. കൊള്ളിത്തലയിലെറുമ്പത് പോല കുലയും എൻട്രൻ ഉള്ളത്തുയിരെ ഒളിത്തരുളായി 1 കോടി മുത്തം തെള്ളിക്കൊഴിക്കും കടൽ സെന്തിൽ മേവിയ സേവകനെ വള്ളിക്ക് വായ്ത്തവനെ മയിലേറിയ മാണിക്യമേ. ചില സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിൽ നിന്നും നമ്മുടെ തലയ്ക്കൊരു മനസമാധാനം കിട്ടാത്തതുപോലെ, തലയെ ചൂട് പിടിപ്പിക്കുന്നത് പോലെ 2 സൈഡിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കന്ദർ അലങ്കാരത്തിലെ വരികളാണ്. വിശ്വാസപൂർവം നമ്മൾ ഈ വരികൾ തുടർച്ചയായി ജപിക്കണം. ഇപ്പം ഇന്ന് 1 പ്രാവശ്യം, നാളെ 2 പ്രാവശ്യം, പിന്നെ 3 പ്രാവശ്യം, അങ്ങനെ ഏപ്രിൽ 1 പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് 6 പ്രാവശ്യം നമ്മൾ ജപിക്കണം. എല്ലാ ദിവസവും ഭഗവാന് നല്ല പൂക്കളൊക്കെ സമർപ്പിക്കാൻ പറ്റുന്നവർ അത് ചെയ്യണം. ധൂപദീപ ആരതി കാണിക്കണം. നിവേദ്യമായിട്ട് എല്ലാ ദിവസവും ഈ 6 ദിവസവും നമുക്ക് തേൻ വെക്കാം. 6ാമത്തെ ദിവസമായ പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് നമുക്ക് ഭഗവാന് ശർക്കര പായസമുണ്ടാക്കി പഞ്ചാമൃതവും തേനും ഒക്കെ വെക്കാവുന്നതാണ്. നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അതൊക്കെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വേണമെങ്കിൽ നിവേദ്യത്തിൻ്റെ എണ്ണവും ഓരോ ദിവസം എണ്ണം കൂട്ടി 6ാമത്തെ ദിവസം 6 നിവേദ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് സമയമുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ 6 ദിവസവും വ്രതമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഭഗവാനെ പൂജിക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ തുടർച്ചയായിട്ട്. ഇനി അങ്ങനെ സാധിക്കില്ല എന്നുള്ളവർക്ക് പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് വ്രതമായിട്ട് ഭഗവാനെ പൂജിക്കാവുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നവർക്ക് നോൺ വെജ് കഴിക്കാവോ എന്ന് ഞാൻ പറഞ്ഞതുപോലെ നോൺ വെജ് കഴിക്കാത്ത ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെയല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നോൺ വെജ് കഴിക്കാവുന്നതാണ്. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ 6 ദിവസത്തിൽ ഏതെങ്കിലും ദിവസം, പ്രത്യേകിച്ച് പൈങ്കുനി ഉത്രത്തിൻ്റെ അന്നാണെങ്കിലും വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴണം. വള്ളിദേവയായി സമേതമായിട്ടുള്ള മുരുകക്ഷേത്രമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം. അവിടെ പോയി ഭഗവാൻ മുരുകന് ചുമന്ന കളറിലെ പട്ടും വള്ളി ദേവയാനി അമ്മമാർക്ക് വെളുത്ത കളറിലെ പട്ടും അതേപോലെ ചുമപ്പ് കളറിലെയും നല്ല മണമുള്ള മുല്ലപ്പൂക്കളും കൂടിയിട്ട് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾക്ക് പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വർഷവും തീർച്ചയായിട്ടും ഇടാം. ഇതിപ്പം ഇന്നു മുതൽ തുടർച്ചയായ 6 ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. സോ എല്ലാവരും ഇന്ന് മുതൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാളെ നമുക്കിത് ചെയ്തു തുടങ്ങാൻ പറ്റില്ല. നാളെ പൂയം നക്ഷത്രമുണ്ട്. പക്ഷേ ഉത്രം നക്ഷത്രം ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 4-7 വരെയേ ഉള്ളൂ. പൗർണമി തിഥിയും ഉത്തരം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ചെയ്യുന്നതാണ് അഭികാമ്യം. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇന്ന് മുതൽ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ എത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും അത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ഫലമുറപ്പായും ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.